അംഗനവാടികളിൽ ബിരിയാണി വേണമെന്ന് ആലപ്പുഴക്കാരൻ ശംഖു പറഞ്ഞത് ആരും മറന്നു കാണില്ല. ശംഖുവിന്റെ ആവശ്യം കേട്ട മന്ത്രി വീണ ജോർജ് വിഷയം പരിഗണിക്കാമെന്നും ഉറപ്പു നൽകി. ഇപ്പോഴിതാ വേനൽ ചൂടിന് പരിഹാരമായി അംഗനവാടികളിൽ പഴവും പച്ചക്കറി വർഗ്ഗങ്ങളും നൽകുന്ന പദ്ധതിക്കും തുടക്കമായിരിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയില് ഇപ്പോൾ ആരെയും പെട്ടെന്ന് ക്ഷീണിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ കുരുന്നുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കുംഭച്ചൂടിന് പരിഹാരമായി കുട്ടികൾക്ക് ആഴ്ചയിൽ 3 ദിവസം പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും നൽകുന്ന പദ്ധതിക്ക് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലാണ് തുടക്കമിട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ ചൂട് കുഞ്ഞുങ്ങൾക്ക് ഏൽക്കാത്ത വിധത്തിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് പോഷകമൂല്യമുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ എത്തിക്കുക. വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറികളാവുമ്പോൾ അത് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതും കൂടെ ഞങ്ങൾ ഈ പദ്ധതിക്ക് ആരംഭിക്കാൻ കാരണമായിട്ടുണ്ട്. അങ്കണവാടിയിൽ സ്ഥാപിച്ചിട്ടുള്ള അക്ഷയപാത്രത്തിൽ രക്ഷിതാക്കളിൽ നിന്നും സമീപവാസികളിൽ നിന്നും പഴവർഗ്ഗങ്ങൾ ശേഖരിക്കുന്നു. ഇവ വൃത്തിയായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കുട്ടികൾക്ക് നൽകുന്നത്. സ്വാഭാവികമായും ഒരു വീട്ടിലാണെങ്കിൽ 1-2 ഐറ്റം പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ വാങ്ങാൻ കഴിയുകയുള്ളൂ. അത് വാങ്ങിയാൽ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കണമെന്നില്ല. ഒരുമിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇവരെല്ലാ പഴങ്ങളും കഴിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പപ്പായ ഉൾപ്പെടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആർക്കും വെള്ളം കൊണ്ടുവരാം. ഏറ്റവും വൃത്തിയോടുകൂടി അരിഞ്ഞാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പഞ്ചായത്തിലെ 30 അങ്കണവാടികളിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിൽ ആഴ്ചയിൽ 1 ദിവസം നൽകിക്കൊണ്ടിരുന്ന മുട്ടയും പാലിനു പുറമെയാണ് പഴവർഗ്ഗങ്ങൾ കൂടി അങ്കണവാടികളുടെ ഫുഡ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.